അപ്പച്ചന്റെ പേരെന്ന് പറയാമോ? പേര് ടി എം ബേബി, ബേബി, തുണ്ടിയാംകുളം. തുണ്ടിയാങ്കുളം, കൂട്ടുപാറ. ഇതിനു മുമ്പ് എല്ലായിനം കൃഷികളും ചെയ്യുന്നതിന് അവാർഡ് തന്ന പൊന്നാടിയൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട്. എത്ര വയസ്സായി? എത്ര വയസ്സായി അപ്പച്ചന്? എനിക്കോ? കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു 95-ല് ബർത്ത്ഡേ. വള്ളക്കുളത്തുനിന്ന് ആളിനെ കൊണ്ടുവന്ന് കാടൊക്കെ ഒരുക്കിച്ചു, വിറകൊക്കെ പെറുക്കി മാറ്റിച്ചു. ബാക്കി ഇതിനകത്തെ ചില്ലറ പണികളൊന്നും ഞാൻ ആൾക്ക് കൊടുക്കത്തില്ല. ഇത് നട്ടത് മുഴുവൻ എൻ്റെ കൈ കൊണ്ട് കുഴിയെടുത്ത് മരങ്ങള്. ഏത് വർഷമായിരുന്നു അറിയോ? ഏത് വർഷമായിരുന്നു? ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷം മുമ്പ്. പറഞ്ഞാൽ 91-ൽ ഞാൻ റിട്ടയർഡായി. പുളിക്ക് ഷുഗർ ഫാക്ടറിയിലെ ജോലിയായിരുന്നു. അതിനു മുമ്പ് 69 മുതൽ 91 വരെ എനിക്ക് അവിടെ ആയിരുന്നു സ്ഥിരം. അതിന് മുമ്പ് ഇതെല്ലാം ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴൊന്നും എടുത്തിട്ടില്ല. പിന്നെ അന്ന് ട്രിപ്പ് ഇറിഗേഷനും എല്ലാം അന്ന് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. അതിൻ്റെ എല്ലാം പ്രവർത്തനം കഴിഞ്ഞു. അപ്പൊ കൃഷിയൊക്കെ എവിടുന്നാ പഠിച്ചേ? കൃഷിയൊക്കെ എവിടുന്നാ പഠിച്ചത്? കൃഷിയൊക്കെ ചെയ്യാൻ എവിടുന്നാ പഠിച്ചതെന്ന്? കൃഷി വിജ്ഞാന കേന്ദ്രം ഇവിടെ ഉണ്ടല്ലോ, തെളിയൂര്. അവരെൻ്റെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ ഓരോ ഇനം വിത്തുകൾ കളിപ്പിക്കുന്നതിൻ്റെതും അത് വളർത്തുന്നതും എല്ലാം സ്വയം പരിചയപ്പെടുന്നുള്ളത്. ഇന്നിപ്പം വിത്തിന് ഉള്ള 2 പയർ കെട്ടി അവിടുന്ന് അത് ഉണങ്ങി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് താഴോട്ടുണ്ട്. എവിടെ വരെ ഉണ്ട്? മതി, ഇവിടെ വരെ മതിയാ അപ്പച്ച. പ്രയാസമാണ്. കുരങ്ങ് വന്ന് അവിടെ ഒരു മറത്തിയിട്ട് കണ്ടോ? അങ്ങ് താഴെ അവിടെ വരെ ഇപ്പോഴത്തെ കൃഷിക്ക് ബൗണ്ടറി കൊടുത്തു. അതിനടിവശം നമ്മുടെ സ്ഥലമാണ്. അത് കൊക്കോയും കുരുമുളകും ഇതെല്ലാമായിട്ടാണ്. ഇതിന് മേവശം വാഴയാ. ശരി. ഇനി അപ്പച്ച ഞാന് ഇടയ്ക്ക് കാവുകൾ വളർത്തുന്നുണ്ട് ഒരിടത്തിലെ. അവിടെ ഒരു കാവ് പോലെ വളർത്തുക, അവിടെ ഒരു കാവ് പോലെ വളർത്തുക. താഴെ ഫോറസ്റ്റുകാർക്ക് കിട്ടാത്ത പല മരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് താഴെ കാഞ്ഞരം, മരോട്ടി, പൂവണ്ണ്, കാട്ടമ്പഴം, പിന്നെ ഇതെല്ലാം ചേർത്ത് അവിടെ ഒരു കാണുന്ന കാവ്. അത് തന്നെയാണ് ഇവിടെ കൂട്ടിയിട്ട്, 1 2 ഒന്നുമല്ല, അത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ. വെളുത്ത തേങ്ങായ നമുക്ക് കിട്ടത്തില്ല, അരയ്ക്കാൻ പോലും തേങ്ങ കിട്ടുന്നില്ല. ഇതിനകത്ത് ഇങ്ങനെ രായും പകലുമില്ലാതെ ആ തൊണ്ടെല്ലാം നേരത്തെ ഉള്ള അത് നേരത്തെ പറക്കി വെച്ചിട്ടിരിക്കുക. 2-3 ചാക്കിന് നമ്മൾ വെളുത്ത തേങ്ങയെല്ലാം കണ്ട് ചുവട്ടില് കേട്ടക്കാരെ കിട്ടത്തില്ല. കണ്ടോ ഇതൊന്ന് പോയിരിക്കുന്നത്. ഞാൻ കൃഷിക്ക് പല പ്രാവശ്യം അവാർഡും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്തോ പറയാനാ. ഇവിടെ അങ്ങോട്ട് വാഴ വെച്ചതാ, വളർത്തി കെട്ടിയിരിക്കുക. പിന്നെ അതിനും നിവൃത്തിയില്ല. എന്താണ്ട് ഒരേ ശബ്ദം ഉണ്ടാക്കാൻ തണുത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പം പൊട്ടാൻ മടിച്ചേക്കും. കണ്ടോണ്ട് പിടിച്ചോണ്ട് പടം
അമ്പോ ഇതിലെടുക്കണോ? വേണ്ട. എന്ത് എങ്ങനെ സൗണ്ട് കേൾക്കുന്നത്? വെറുതെ സമയത്ത് അഡീഷണൽ വെച്ചിരിക്കുക. ഇതിനകത്ത് മരുന്നുണ്ടോ? പടക്കമാ. ഏത് പടക്കം? നമ്മുടെ ബീഡി പടക്കോ? ഇത് 6 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഷേപ്പിൽ ഇത് തോളെ തൂക്കിട്ടിട്ട് നടക്കുന്നു. വേണേ പിടിച്ചോണ്ടാട്ടെ. ഒന്നുകൂടെ പിടിക്കാം. ഇപ്പൊ പുലിയാ കേട്ടോ. ശരി ശരി. ആ സൈസ് കവുങ്ങ് ഇവിടങ്ങളിൽ ആർക്കും ഇല്ല. ഇവിടുന്ന് ഓരോരുത്തരെ പാക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഈ തണലിൽ നിന്ന് ആ തണലിൽ നിന്നത് ഈ കവുങ്ങിൻ്റെ മണ്ടയ്ക്ക് അപ്പുറത്തെ കവുങ്ങ് പിടിച്ചോ. എന്താ പിറകിന് ഇത് പോരായോ? കൊരങ്ങിന് നാട്ടുകാർക്കല്ല ഇത് മതി. വേണ്ട, ഒന്നും വേണ്ട. ഇല്ലില്ല, വെള്ളം കുടിക്കണ്ടേ? വേണ്ട 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 വേണ്ട, പോവാ. അപ്പൊ ശരി. അന്നൊന്ന് കാണാന്. പിന്നെ ഇവിടെ രജിസ്ട്രേഷനുള്ള ഏറ്റവും വലിയ നഴ്സറി ആയിരുന്നു അത്. ബാരാമണി കൺവെൻഷന് പാണ്ടി ലോറി ഒന്ന് അതേല സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കൊടുത്ത് അവിടുത്തെ ഒരു വാടകയും ചിലവും കണക്കാക്കി വരുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ആ പരിപാടി വേണ്ടെന്ന് വെച്ച് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അത് പറയുന്നത് ദോഷമാണ്. അപ്പം ഒരു പ്രാവശ്യം വലിയ ബുക്കും എല്ലാം ഉണ്ട്. നമുക്ക് തൈ സപ്ലൈ ചെയ്യുന്നതിനെ പറ്റി അപ്പം പറഞ്ഞു ഇവിടുന്ന് നമ്മുടെ വില്ല് ബുക്ക് കൊണ്ട് പോയാൽ മതി, തൈ കൊണ്ടുപോകണ്ട. അസിസ്റ്റൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ അതിൻ്റെ ചുമതല അവരതിൻ്റെ കാശ് വാങ്ങിച്ചു. ഇനി ആ പരിപാടിക്കാനില്ല, നിർത്തി. നേരെ പോകുന്നുള്ള പരിപാടിയേ ഉള്ളൂ, വളഞ്ഞ വഴിയൊന്നുമില്ല. വേണ്ട ഔഷധത്തോട്ടത്തിൻ്റെ മരുന്നുകളുടെ വേണ്ട ഓരോന്നും കണ്ടിട്ട് കൊണ്ടുപോയിക്കോളും. ഇതറിയാമോ? ഇല്ല. ചങ്ങലം പരണ്ട. ഉളുക്കിനും ചതവിനും ഒടിവിനും പ്രധാന മരുന്നാണ് ഇത്. കടുകെണ്ണയ്ക്കകത്ത് ഇട്ട് എണ്ണ തൂത്താൽ മതി. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വള്ളിയായത്. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ടതാണ്. വലിയ മോളുണ്ട്. ഭദ്രാക്ഷം എന്തിനാ? അതും ഇതുപോലെ ഇതിൻ്റെ ഇല ഈ മുട്ടിനുമൊക്കെ നീര് വരുന്നതിന് ഇതിൻ്റെ ഇലയും എരിക്കിൻ്റെ ഇലയും ഇങ്ങനെ വേറെ 3-4 കൂട്ടമുണ്ട്. അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് വേപ്പെണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് കിഴി കെട്ടി കുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ്. അതുപോലെ 150-ൽ പരം ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ കിടക്കുന്ന അത് വേണേ കണ്ടിട്ടു. ഇതതിൻ്റെ തൈ എടുത്ത് വെച്ചിരിക്കുക. ഇത് ചതുരമുല്ല. ഇതിൻ്റെ ഇല അരച്ച്
ഒടിവോ പൊട്ടലോ ചതവോ ഹേമം തട്ടുകയോ ചെയ്താൽ ഇത് മതി. ഇത് മരുന്നിഞ്ഞ് വെച്ച് കുടിക്കുകയും ചെയ്യാം, പുറമേ അരച്ച് പുരട്ടുകയും ചെയ്യാം. അതായത് ഇതിൻ്റെ പ്രധാന ഗുണം. ഈ ചട്ടിയെ ഇതിനകത്ത് ഇഞ്ചി നട്ടിരുന്ന ഇഞ്ചി കളച്ചിട്ട് വേണ്ടേ നടാനായിട്ട് തിരിച്ചു വെച്ചിരിക്കുക. ഇതാ കണ്ടോ, ഓരോ ചട്ടിക്കകത്തും മാങ്ങൊച്ചിന് 5 മൂടുണ്ട് അവിടെ. ഇപ്പോഴൊരു 50,000 രൂപയുടെ കായത്തെ കിട്ടുന്നത്. അതുപോലെ കൊക്കോ, ജാതി മരം, ഓക്കെ, ശരി. ഒത്തിരി സന്തോഷം. കാണാൻ വീണ്ടും. അന്ന് കണ്ടതിൽ സന്തോഷം.